നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് ലയബിലിറ്റി ഓർ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ അസസി. നമ്മൾ പ്രീവിയസ് ആയി പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻഡിവിജ്വലിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, സെക്കൻഡ് വൺ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, തേർഡ് വൺ നോൺ റെസിഡന്റ്. ഇനി ഇവർ ഏതെല്ലാം ഇൻകത്തിനാണ് ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻഡിവിജ്വലിന് ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ഇൻകത്തിനെ നമുക്ക് നാലായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, സെക്കൻഡ് വൺ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, തേർഡ് വൺ ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ, ഫോർത്ത് വൺ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇനി ഈ നാല് ഇൻകത്തിലും ഏതൊക്കെ ഇൻകത്തിനാണ് അസസി ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് നമുക്ക് നോക്കണം. അതിന് ആദ്യം തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻകം റിസീവ്ഡ് മീൻസ് റിസിപ്റ്റ് ഓഫ് ഇൻകം ഫോർ ഫസ്റ്റ് ടൈം. ഒരു ഇൻകം നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഒരു പേഴ്സണ് ഇന്ത്യയിൽ ഒരു ഇൻകം കിട്ടി. ഫോർ എക്സാമ്പിൾ, ഞാൻ സാലറി ഇന്ത്യയിലാണ് ഏൺ ചെയ്തിട്ടുള്ളത്. ആ സാലറി ഞാൻ എബ്രോഡിലേക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സാലറി ആക്ച്വലി ഞാൻ ഏൺ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ടൈം ഇന്ത്യയിലാണ് റിസീവ് ചെയ്തത്, പിന്നെയാണ് ഞാൻ എബ്രോഡിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത്. Next, income deemed to be received in India. This means income which is not actually received in India but considered as income received in India. ചില ഇൻകംസ് ഇന്ത്യയിൽ ആക്ച്വലി അസസിന്റെ കയ്യിൽ കിട്ടുന്നില്ല, എന്നാലും നമ്മൾ ആ ഇൻകത്തിനെ നമ്മുടെ കയ്യിൽ കിട്ടിയതായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ താഴെ തന്നിട്ടുള്ളത്. ആനുവൽ അക്രീഷൻ ടു ദി ബാലൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ ബാലൻസിൽ ഇൻക്രീസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആയിട്ട് അഡീഷണൽ ഇൻകം പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ അകത്തുനിന്ന് അസസിക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കും. നെക്സ്റ്റ് വൺ TDS, തേർഡ് വൺ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി ഇൻ ഇന്ത്യ, ഫോർത്ത് വൺ ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്, ഫിഫ്ത്ത് വൺ employer contribution to the pension scheme of the central government on or after 1/1/2004. deemed to be received ന്റെ ഓരോ കേസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്താണെന്ന് വ്യക്തമായി പഠിക്കാം. നെക്സ്റ്റ്, ഇൻകം വിച്ച് അക്യൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ. ഒരു ഇൻകം കിട്ടാനുള്ള റൈറ്റ് അസസിക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഇൻകം വിച്ച് അക്യൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻകം ഈസ് സെഡ് ടു ബി അക്യൂ ഓർ അറൈസസ് ഓഫ് എൻ അസസി ഓൺലി വെൻ ഹി ഒബ്റ്റെയിൻസ് എ റൈറ്റ് ടു റിസീവ് ഇറ്റ്. അക്രൂവൽ സിംപ്ലി മീൻസ് ദി എമൗണ്ട് ഏൺഡ്. ഞാനിവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് അതിനുള്ള സാലറി കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ അക്രൂ ചെയ്യുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ഏൺ ചെയ്ത ഇൻകം. എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അത് ഞാൻ അക്രൂ ചെയ്തിട്ടുള്ള എനിക്ക് അത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. It means
that income has actually not accrued or arise in India. But it is deemed to accrue or arise in India under Income Tax Act. ചില ഇൻകം നമുക്ക് ആക്ച്വലി അക്രൂ ചെയ്തിട്ടില്ല എങ്കിലും ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് ഇൻകം അക്രൂ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, സാലറി ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, salary from government by an Indian citizen for services rendered outside India, dividend paid by an Indian company outside India, royalty payable by government of India, fees or technical service payable by Indian government. ഇനി എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടാക്സ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ഒരു അസസിക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ അസസി റെസിഡന്റ് ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിക്കോട്ടെ, നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, അയാൾക്ക് ആ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. സിമ്പിളായി പറഞ്ഞാൽ ഏത് അസസിയും ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ഒരു ഫോറിൻ സിറ്റിസൺ ഇന്ത്യയിൽ വന്നാലും അയാൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ഇൻകം ഫസ്റ്റ് ടൈം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ ഇന്ത്യയിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ നോട്ട് ഓർഡിനറി റെസിഡന്റിനും ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. സെക്കൻഡ് വൺ, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആക്ച്വലി റിസീവ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ആ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്തതായി കണക്കാക്കുന്നതാണ് പറയുന്നത്. റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. മൂന്നാമതായിട്ട് വരുന്നത് ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം. ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഫോറിൻ നാഷണൽ ജോലി ചെയ്താലും ഇന്ത്യക്കാരൻ ജോലി ചെയ്താലും ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡന്റിനും ടാക്സ് കൊടുക്കണം. നെക്സ്റ്റ്, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റും ടാക്സ് അടയ്ക്കണം. നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഫ്രം ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. പക്ഷേ ആ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളോ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയുള്ള ഇൻകത്തിന് റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും മാത്രം ടാക്സ് അടച്ചാൽ മതി. നോൺ റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. ആ ലോജിക്ക് നമ്മളൊന്നും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ വരാനുള്ള റീസൺ അസസി ഇൻകം ഏൺ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. പക്ഷേ അവരിവിടെ ടാക്സ് അടയ്ക്കുന്ന ഒരൊറ്റ കാരണം അവർ ഇന്ത്യയിലെ റെസിഡന്റോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ്. നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. റെസിഡന്റും നോട്ട് ഓർഡിനറിയും മാത്രമേ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. ആ ലോജിക്കാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഓർ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എവിടെ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ കേസിൽ നമ്മൾ നോക്കിയാൽ കാണാം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, അതിൻ്റെ ഓണർഷിപ്പും ഇന്ത്യക്ക് പുറത്തുള്ള ആളുടെ കയ്യിലാണുള്ളത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണ്. അങ്ങനെയുള്ള ഇൻകത്തിന് റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. പക്ഷെ നോട്ട് ഓർഡിനറി റെസിഡന്റ് അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നോൺ റെസിഡന്റും അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഓൾ അതർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ. ബാക്കി ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇൻകത്തിനും റെസിഡന്റ് അസസി മാത്രം ടാക്സ് അടച്ചാൽ മതി. നോട്ട് ഓർഡിനറി നോൺ റെസിഡന്റ് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഇൻകത്തിനൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ഏർലിയർ ഇയേഴ്സ് ബട്ട് ലേറ്റർ ഓൺ ക്രെഡിറ്റഡ് ഇന്ത്യ
ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഇയറിൽ അസസിക്ക് റിസീവ് ചെയ്യുകയോ അക്രൂ ചെയ്തോ അല്ലെങ്കിൽ അറൈസും ചെയ്ത ഇൻകം പിന്നീട് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻകത്തിന് അസസി ടാക്സ് അടയ്ക്കേണ്ടതില്ല. അത് റെസിഡൻ്റ് ആയിട്ടുള്ള അസസി, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടുള്ള അസസിയും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള അസസിയും ടാക്സ് അടയ്ക്കേണ്ട. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 3 കേസിലും ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എവിടെ നിന്ന് ഇൻകം കിട്ടിയാലും അയാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകത്തിനും ഇന്ത്യയിൽ അക്രൂ ചെയ്ത ഇൻകത്തിനും ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻകത്തിനും റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ടാക്സ് അടയ്ക്കണം. ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്ന കേസിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകത്തിനും ഡീംഡ് ടു ബി റിസീവ് ചെയ്യുന്ന ഇൻകത്തിനും അക്രൂ ചെയ്യുന്ന ഇൻകത്തിനും ഡീംഡ് ടു ബി അക്രൂ ചെയ്യുന്ന ഇൻകത്തിനും മാത്രം ഇന്ത്യയിൽ ടാക്സ് അടച്ചാൽ മതി. ഒരു പോയിന്റ് കൂടിയുണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ന്റെ കേസിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ബട്ട് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകമത്തിന് മാത്രമേ വേറെ ഒരു ഇൻകവും ആ കേസിൽ കൺസിഡർ ചെയ്യില്ല. ഇനി നോൺ റെസിഡൻറ്റ് അസസിൻ്റെ കേസിലാണെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതും ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്നതും അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ് ചെയ്യുന്നതും ഡീംഡ് ടു ബി അക്രൂ ചെയ്യുന്ന ഇൻകത്തിന് മാത്രമേ അവർ ടാക്സ് എടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഇന്ത്യക്ക് പുറത്ത് അവർ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഇൻകം ചെയ്താലും അയാൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.